Hello everyone, I welcome you all to my class where learning becomes easy and interesting. ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അനാട്ടമിയിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഡിവിഷൻ എന്ന രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ടിപ്പിക്കലായ സെല്ലിൻ്റെ സ്ട്രക്ചർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെൽ എന്താണ്, സെല്ലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ആൻഡ് സെല്ലിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു സെല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ലിവിങ് ബോഡി. അതായത് ലൈഫിൻ്റെ ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത്. സെല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന ടേമാണ് സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സെൽ. സോ ദ സ്റ്റഡി ഓഫ് സെൽ ഇസ് നോൺ ആസ് സൈറ്റോളജി. ഇനി ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റഡി ഓഫ് ടിഷ്യൂവിനെ പറയുന്ന ടേമാണ് ഹിസ്റ്റോളജി. അപ്പോൾ സൈറ്റോളജി എന്താണ്, ഹിസ്റ്റോളജി എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സെല്ലും, ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ടിഷ്യൂ. ഇനി സെല്ലെന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അഥവാ സ്ട്രക്ചറൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫും, ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഇനി പറയാൻ പോകുന്നത് സെല്ലിൻ്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. അപ്പോൾ ദ സെൽ കൺസിസ്റ്റ് ഓഫ് ടു മെയിൻ പാർട്സ്. ഒന്ന് സെൽ മെംബ്രെയിനും മറ്റൊന്ന് സൈറ്റോപ്ലാസവും. ഒരു ടിപ്പിക്കലായ ആനിമൽ സെല്ലിൻ്റെ ഔട്ടർ ലെയറിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ സെൽ മെംബ്രെയിന് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് 3 കമ്പോണൻസ് വെച്ചിട്ടാണ്: പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അതിൽ കാർബോഹൈഡ്രേറ്റ്സ് 5%, പ്രോട്ടീൻസ് 55%, ലിപ്പിഡ്സ് 40%മാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഈ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ്. അതായത് ആ 55% ഓഫ് ദ സെൽ മെംബ്രെയിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രോട്ടീൻസ് ആയ ഗ്ലൈക്കോ പ്രോട്ടീൻസും ഇനി ലിപ്പിഡ്സ് ആയ ഫോസ്ഫോലിപ്പിഡ്സുമാണ് സെൽ മെംബ്രെയിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി സെല്ലിൻ്റെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആയ സൈറ്റോപ്ലാസം. നമുക്കറിയാം സെല്ലിനകത്ത് നടുഭാഗത്തിലായി ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. സെല്ലെങ്ങനെ സെൽ മെംബ്രെയിൻ കൊണ്ട് ഔട്ടർ ലെയർ സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പോൾ ഈ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിൻ്റെ ഔട്ടർ ലെയറായ സെൽ മെംബ്രെയിൻ്റെയും ന്യൂക്ലിയസിൻ്റെ ഔട്ടർ ലെയറായ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെയും നടുവിലുള്ള മെറ്റീരിയലിന് പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ അതൊരു സെമി ലിക്വിഡ് ഫോമിലുള്ള ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിലെ ലിക്വിഡ് കണ്ടൻസിനെ നമ്മൾ പറയുന്ന പേരാണ് സൈറ്റോസോൾ. ഇനി ഈ സൈറ്റോപ്ലാസം പറഞ്ഞിരുന്നു ഒരു സെമി ലിക്വിഡ് ഫോമിലുള്ള ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കുന്നത് 70% ഓഫ് വെള്ളം കൊണ്ടിട്ടാണ്, 70% ഓഫ് വാട്ടർ കൊണ്ടിട്ടാണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ്റെയും സെൽ മെംബ്രെയിൻ്റെയും ഇടയ്ക്കുള്ള മെറ്റീരിയൽ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസവും ന്യൂക്ലിയോപ്ലാസവും കൂടുന്നതിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ സൈറ്റോപ്ലാസത്തിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ്, അതായത് സെല്ലുലാർ ഓർഗനൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓർഗനൽ ഏതാണെന്ന് പറഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്, അതായത് ER. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഇന്റർ കണക്റ്റിംഗ് മെംബ്രെയിൻ വിച്ച് ഫോംസ് കനാൽ ആൻഡ് കണക്ട് വിത്ത് ദ സൈറ്റോപ്ലാസം. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും മറ്റൊന്ന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഔട്ടർ സർഫസിൽ റൈബോസോമൽ ഗ്രാന്യൂൾസ് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഔട്ടർ സർഫസിൽ റൈബോസോമൽ ഗ്രാന്യൂൾസ് എന്ന് പറയുന്ന കുഞ്ഞു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇനി ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻസിനെ ഫോം ചെയ്യുന്നതാണ് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ. ഇവർ ഫോം ചെയ്യുന്നത് ഇതിൻ്റെ ഔട്ടർ സർഫസിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൈബോസോമൽ ഗ്രാന്യൂൾസിൻ്റെ സഹായത്തോടു കൂടെ ആയിരിക്കും. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ SER. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഔട്ടർ സർഫസിൽ റൈബോസോമൽ ഗ്രാന്യൂൾസ് ആബ്സെൻ്റ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന്.
അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സർഫസിൽ റൈബോസോമൽ ഗ്രാനുൾസ് പ്രസൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സർഫസിൽ റൈബോസോമൽ ഗ്രാനുൾസ് ആബ്സെൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും പറയുന്നു. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. These are responsible for lipid synthesis and steroid. അപ്പോൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് സിന്തസിസ് ആയിരുന്നു. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസും, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ ലിപ്പിഡ് സിന്തസിസുമാണ്, അതായത് ലിപ്പിഡ്സ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓൾസോ ഡീടോക്സിഫൈസ് ദ ഡ്രഗ്സ്, അതായത് ഡീടോക്സിഫിക്കേഷന് ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കും. ഇനി in the muscle of endoplasmic reticulum is also stored calcium and leprate calcium that helps in the contraction of muscles. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മസിൽസിൽ കാൽഷ്യവും ലെപ്രേറ്റ് കാൽഷ്യവും സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഈ കാൽഷ്യവും ലെപ്രേറ്റ് കാൽഷ്യവും മസിൽസിൻ്റെ കോൺട്രാക്ഷന് സഹായിക്കും. അതുപോലെ തന്നെ ഇനി സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മസിൽസിൽ മാത്രം കാണപ്പെടുന്ന റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ പറയുന്ന പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. The rough endoplasmic reticulum, which is present in muscles only, are also known as sarcoplasmic reticulum. അടുത്ത സെൽ ഓർഗനിലാണ് നമ്മുടെ ഗോൾജി അപ്പാരറ്റസ്. അതായത് ഈ ഗോൾജി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് ആയ സ്ട്രക്ചറാണ്. ഇനി നമ്മുടെ സെല്ലിൻ്റെ നടുഭാഗത്തായിരിക്കും ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ടാണ് ഗോൾജി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസിൻ്റെ ലൊക്കേഷൻ. ഈ ഗോൾജി അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് 4 to 8 ഫ്ലാറ്റൻഡ് ബാഗ് ലൈക്ക് ചാനൽസ്. 4 to 8 ഫ്ലാറ്റ് ആയിട്ടുള്ള ബാഗ് ലൈക്ക് ചാനൽസിൻ്റെ ഒരു നെറ്റ്വർക്ക് പോലത്തെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗോൾജി അപ്പാരറ്റസ് ഓർ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഗോൾജി അപ്പാരറ്റസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ്, പാക്കേജിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് പ്രോട്ടീൻസ് ടു അനദർ പാർട്സ് ഓഫ് ദ സെൽ. ഒരു പാർട്ട് ഓഫ് ദ സെല്ലിൽ നിന്നും, ഒരു സെല്ലിൻ്റെ ഒരു പാർട്ടിൽ നിന്നും മറ്റൊരു പാർട്ടിലേക്ക് പ്രോട്ടീൻസിനെ പ്രോസസ്സ് ചെയ്യുന്നതും പാക്കേജ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമാണ് ഈ ഗോൾജി അപ്പാരറ്റസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന സെൽ ഓർഗനിൽ എന്താണെന്ന് പറഞ്ഞാൽ ലൈസോസോം. ലൈസോസോം എന്ന് പറയുന്ന സെൽ ഓർഗനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആയിട്ട് ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് ലൈസോസൈം അല്ലെങ്കിൽ ഹൈഡ്രോലൈറ്റ് എൻസൈം. അപ്പോൾ ലൈസോസോമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈസോസൈം. ഇനി ഈ ലൈസോസോമിനെ നമ്മൾ സൂസൈഡ് ബാഗ്സ് ഓഫ് ദ സെൽ എന്ന് മറ്റൊരു പേര് കൊണ്ട് അറിയപ്പെടുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ lysosomes are responsible for the destruction of bacteria, virus or foreign particles that enter the cell. അതായത് ഒരു സെല്ലിലേക്ക് കടന്നു വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വൈറസസ് ഓർ ബാക്ടീരിയയെ ഡിസ്ട്രക്റ്റ് ചെയ്യുക, അതായത് കില്ല് ചെയ്യുന്നതാണ് ഈ ലൈസോസോംസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. അതുകൊണ്ടാണ് ലൈസോസോംസിനെ നമ്മൾ സൂസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയ്ക്കും നമ്മുടെ സെല്ല് പോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ കവേർഡ് ബൈ 2 layers. അപ്പോൾ മൈറ്റോകോൺട്രിയ കൺസിസ്റ്റ് ഓഫ് 2 membranes, each of which is similar to plasma membrane. നമ്മുടെ സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള 2 മെംബ്രെയിൻസ് നമ്മുടെ മൈറ്റോകോൺട്രിയയ്ക്കും ഉണ്ട്. മൈറ്റോകോൺട്രിയ ആർ റോ ഷേപ്ഡ്, സ്ഫെറിക്കൽ ഓർ ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇനി മൈറ്റോകോൺട്രിയയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് നമ്മുടെ DNA. അടുത്ത നമ്മൾ ഈ മൈറ്റോകോൺട്രിയയെ മറ്റൊരു പേര് കൊണ്ട് വിളിക്കുന്നു. ആ പേരെന്താണെന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് ദ സെൽസ്. എന്തുകൊണ്ടാണ് മൈറ്റോകോൺട്രിയയെ നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ ആൻഡ് ഹെൻസ് ഇൻ പ്രൊഡ്യൂസ് മാക്സിമം ATP. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ സെല്ലിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനലിലാണ് നടക്കുന്നത്. ആൻഡ് ഹെൻസ് അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രൊഡ്യൂസസ് മാക്സിമം ATP. ATP എന്ന് പറഞ്ഞാൽ എനർജി. ഇത്രയും മാക്സിമം എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺട്രിയയെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്. സോ മൈറ്റോകോൺട്രിയ ഇസ് ഓൾസോ നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. നെക്സ്റ്റ് സെൽ ഓർഗനൽ ഇസ് റൈബോസോം. Ribosomes are composed of RNA of proteins. It is a membraneless organelle. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് അതൊരു ഡബിൾ ലെയേർഡ് സെല്ലുലാർ ഓർഗനലാണ്. അതിൻ്റെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ, അതായത് നമ്മുടെ സെൽ മെംബ്രെയിനെ പോലത്തെ തന്നെ ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ്റെ സ്ട്രക്ചറാണ്. പക്ഷേ ഈ റൈബോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻലെസ് ഓർഗനലാണ്. അതായത് ഇവർക്ക് ഔട്ടർ ലെയർ കവറിങ് ഇല്ല.
ആൻഡ് ദേ ആർ കമ്പോസ്ഡ് ഓഫ് RNA ഓഫ് പ്രോട്ടീൻസ്. ഇനി ഈ റൈബോസോമിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു റൈബോസോമൽ ഗ്രാന്യൂൾസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഔട്ടർ സർഫസിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പ്രസൻ്റ് ആയിരിക്കുന്ന റൈബോസോംസിൻ്റെ ഫംഗ്ഷനും പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്ന റൈബോസോംസിൻ്റെയും ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഇനി ഈ റൈബോസോംസ് ആർ ഓൾസോ നോൺ ആസ് ദി എൻജിൻ ഓഫ് ദ സെൽ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഒരു മെംബ്രെയിൻലെസ് ഓർഗനലാണ്, അതായത് മെംബ്രെയിൻ ഇല്ലാത്ത ഒരു ഓർഗനലാണ്. അതിൻ്റെ പേരാണ് മൈക്രോഫിലമെൻറ്റ് ഓർ മൈക്രോട്യൂബ്യൂൾസ്. ഇനി ഈ മൈക്രോഫിലമെൻറ്റ് അല്ലെങ്കിൽ മൈക്രോട്യൂബ്യൂൾസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ സെൽ. അപ്പോൾ സെല്ലിന് മെക്കാനിക്കൽ ഓർ ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഈ മൈക്രോഫിലമെൻറ്റ് ഓർ മൈക്രോട്യൂബ്യൂൾസിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ഇവർ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതാണ് സൈറ്റോസ്കാൽട്ടോൺ മെംബ്രെയിൻലെസ് ഓർഗൻസ് അല്ലെങ്കിൽ സെൽസ് ഓഫ് സ്കാൽട്ടോൺ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഓർഗനൽ ഈസ് സെൻട്രിയോൾസ്. സെൻട്രിയോൾസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ക്രോമോസോംസ് ടു ദി ഓപ്പോസിറ്റ് പോൾ ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ്റെ സമയത്ത് ക്രോമോസോംസ് മിഡിൽ പോർഷനിൽ നിന്നും ഡിവൈഡായി ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഓഫ് ക്രോമോസോംസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ സെൻട്രിയോൾസ്. സോ ദി സെൻട്രിയോൾസ് ആർ സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ക്രോമോസോം ടു ദി ഓപ്പോസിറ്റ് പോൾ ഡ്യൂറിങ് സെൽ ഡിവിഷൻ. നെക്സ്റ്റ് ഓർഗനൽ ഈസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓർഗനൽസ് ഇൻ ദ സൈറ്റോപ്ലാസം. നമ്മൾ പറഞ്ഞ പോലെ സൈറ്റോപ്ലാസത്തിൽ ഒത്തിരി സെൽ ഓർഗനൽസ് നമ്മളിപ്പോൾ കണ്ടിരുന്നു, ലൈക്ക് മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എക്സെട്ര. ഇവയിലെല്ലാം ഏറ്റവും വലുതായ സെല്ലുലാർ ഓർഗനൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. ദിസ് ന്യൂക്ലിയസ് ഈസ് ഓൾസോ നോൺ ആസ് ദ കൺട്രോളർ ഓഫ് ദ സെൽ. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഫങ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഈസ് ഓൾസോ നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് ദ സെൽ. It consists of a more compact mass of protoplasm separated from the cytoplasm by the nuclear membrane. ഇനി ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രോട്ടോപ്ലാസത്തിനെയും സൈറ്റോപ്ലാസത്തിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിർത്തുന്നതാണ് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ, അതായത് ന്യൂക്ലിയസിൻ്റെ ഔട്ടർ കവറിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ. സോ this nucleus consists of a more compact mass of protoplasm separated from the cytoplasm by the nuclear membrane. ഇനി ന്യൂക്ലിയസിൻ്റെ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത് കാണാം. സോ ദ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ദാറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ്. അടുത്തതെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോപ്ലാസം, ദെൻ ന്യൂക്ലിയോലസ്. ഈ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയോലസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് RNA പ്രോട്ടീൻസ്. ന്യൂക്ലിയസിനകത്തത്തെ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്ന ഫ്ലൂയിഡ് ലൈക്ക് സ്ട്രക്ചറിനകത്താണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് DNA-യും ക്രോമോസോംസും പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ന്യൂക്ലിയോപ്ലാസത്തിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞാൽ DNA-യും ക്രോമോസോംസും ആണ്. അപ്പോൾ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. സെൽ എന്താണ്, ടിഷ്യൂ എന്താണ്, സെല്ലിൻ്റെ സ്റ്റഡി എന്താണ് പറയുന്നത്, ഈ ടിഷ്യൂസിൻ്റെ സ്റ്റഡി നമ്മൾ എന്താണ് പറയുന്നത്, സെല്ലിൽ വരുന്ന സെല്ലിലെ കമ്പോണൻസ് ആയ സെൽ ഓർഗനൽസ് എന്തൊക്കെയാണ്, അവയുടെയൊക്കെ ലൊക്കേഷനും ഫങ്ഷൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷനാണ്. സെൽ ഡിവിഷൻ ഇസ് നത്തിങ് ബട്ട് റീപ്രൊഡക്ഷൻ. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പാരൻറ്റ് സെൽ ഡിവൈഡ് ചെയ്ത് 2 or more ഡോട്ടർ സെൽസ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ സെൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സെൽ ഡിവിഷൻ 2 ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൈറ്റോസിസും സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മിയോസിസുമാണ്. സോ നൗ വാട്ട് ഡു യു മീൻ ബൈ മൈറ്റോസിസ്? മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? When a cell is divided into 2 cells, daughter cells, it contains the same number of chromosomes when compared to parent cell. It is known as mitosis. അതായത് ഒരു പാരന്റ് സെൽ ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ആകുമ്പോൾ പാരന്റ് സെല്ലിൽ ഉണ്ടായിരുന്ന ആക്ച്വൽ നമ്പർ ഓഫ് ക്രോമോസോംസ്, അതായത് 46 നമ്പർ ഓഫ് ക്രോമോസോംസ് കുറയാതെ അതേപോലെ തന്നെ 2 ഡോട്ടർ സെൽസിലും 46 എന്ന് തന്നെ കാണപ്പെടുന്നു. അപ്പോൾ ഈ സെയിം നമ്പർ ഓഫ് ക്രോമോസോംസ് ഡിവിഷന് ശേഷവും ഡോട്ടർ സെൽസിൽ പ്രസൻറ്റ് ആണെങ്കിൽ, 2 ഡോട്ടർ സെൽസിലും പ്രസൻറ്റ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. പേരൻറ്റ് സെല്ലിലെ ക്രോമോസോംസിൻ്റെയും ഡോട്ടർ സെൽസ് 2 ഡോട്ടർ സെൽസിലെയും ക്രോമോസോംസും സെയിം ആണ്. ഇതിൽ കുറവ് ഇല്ല. അതായത് പേരൻറ്റ് സെല്ലിലെ 46 നമ്പർ ഓഫ് ക്രോമോസോംസ് താഴെ വരുന്ന 2 ഡോട്ടർ സെൽസിലും 46 തന്നെയാണ്. അവരുടെ ജനറ്റിക് കോമ്പോസിഷൻ XXYY എന്ന് തന്നെയാണ് റിമെയിൻ ചെയ്യുന്നത്. The second type of cell division is meiosis. Meiosis എന്ന് പറഞ്ഞാൽ when the cell divides if the daughter cells contains
half number of chromosomes when compared to the parent cell, it is known as meiosis. അതായത് ഈ മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്പെർമാറ്റോജെനസിസ്. നമ്മൾ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പറഞ്ഞത്? പേരൻറ്റ് സെല്ലിലെ 46 നമ്പർ ഓഫ് ക്രോമോസോംസും ഡോട്ടർ സെൽസിൽ അതേപോലെ റീറ്റെയിനായി 46 എന്ന് തന്നെയാണ് വന്നിരുന്നത്. പക്ഷേ മിയോസിസ് എന്ന് പറഞ്ഞാൽ പേരൻറ്റ് സെല്ലിലെ 46 നമ്പർ ഓഫ് ക്രോമോസോംസ് ഡിവിഷന് ശേഷം ഡോട്ടർ സെൽസിലേക്ക് വരുമ്പോൾ 23 എന്ന് ആകുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ മിയോസിസ് എന്ന് പറയുന്നത്. ആക്ച്വൽ നമ്പർ ഓഫ് ക്രോമോസോംസിൻ്റെ പകുതി, ഹാഫ് ആകുന്നു. അപ്പോൾ ദാറ്റ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഇസ് നോൺ ആസ് മിയോസിസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പേരൻറ്റ് സെല്ലിൽ 46 നമ്പർ ഓഫ് ക്രോമോസോംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മിയോസിസിന് ശേഷം ഫോം ചെയ്തിരിക്കുന്ന 2 ഡോട്ടർ സെൽസിൽ 23 നമ്പർ ഓഫ് ക്രോമോസോംസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് ആക്ച്വൽ നമ്പർ ഓഫ് ക്രോമോസോംസിൻ്റെ പകുതി, ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമോസോംസ് മാത്രമേ റീറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഡിവിഷനെയാണ് നമ്മൾ മിയോസിസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഡിവിഷൻ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് ടിഷ്യൂസ്. സോ ടിഷ്യൂ എന്താണ്, ടിഷ്യൂവിൻ്റെ ഡെഫിനിഷൻ, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ലൊക്കേഷൻ എന്നീ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായി കാണാനായിട്ട് പോകുന്നത്. സെല്ലെന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആയിരുന്നു. ഇനി ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതായത് 2 or more സെൽസ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടിഷ്യൂ. സോ എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ടുഗെദർലി ഫോം എ ടിഷ്യൂ. ഇനി നമുക്ക് ടോട്ടലി 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് ഉള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. അപ്പോൾ നമ്മുടെ 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഏതൊക്കെയായിരുന്നു? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. ഇനി നമ്മൾ ഈ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസും ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ആൻഡ് 2 കോമ്പൗണ്ട് ഓർ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഈ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ട് 4 ടൈപ്സ് ആക്കുന്നുണ്ട്. ദേ ആർ സ്ക്വാമസ്, കോളംനാർ, സീലിയേറ്റഡ് ആൻഡ് ക്യൂബോയിഡൽ. ഇനി സെക്കൻഡ് ടൈപ്പായ കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ട് 2 ടൈപ്സ് ആക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് അല്ലെങ്കിൽ ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ സെൽസ്. നൗ ഈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസിനെ എഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് 2 ടൈപ്സ് ആക്കുന്നുണ്ട്. One is non-keratinized stratified squamous epithelial cells and the other is keratinized stratified squamous epithelial cells. അപ്പോൾ ഇതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ, അതായത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂവിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനും സബ് ക്ലാസിഫിക്കേഷനും. സോ ഐ റിപ്പീറ്റ്, എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ, മറ്റൊന്ന് കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ. സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ വീണ്ടും നമ്മൾ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദേ ആർ സ്ക്വാമസ്, കോളംനാർ, സീലിയേറ്റഡ് ആൻഡ് ക്യൂബോയിഡ്. ഇനി കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ 2 ടൈപ്സ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ, മറ്റൊന്ന് ട്രാൻസിഷണൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇനി ഈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽ ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്. വൺ ഇസ് നോൺ കെരാറ്റിനൈസ്ഡ് ആൻഡ് ദി അതർ ഇസ് കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇനി അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ അരിയോളാർ ഓർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, സെക്കൻഡ് വൺ അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ, തേർഡ് വൺ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഈ തേർഡ് ക്ലാസിഫിക്കേഷനായ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 2 ടൈപ്സ് ആക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫൈബ്രസ് ആൻഡ് ഇലാസ്റ്റിക്. നൗ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ കാർട്ടിലേജ് കണക്റ്റീവ് ടിഷ്യൂ. ഇതിൽ 3 സബ് ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് ഹയാലിൻ, ഒന്ന് ഫൈബ്രിൻ ആൻഡ് ദി അതർ വൺ ഇസ് ഇലാസ്റ്റിക്. നൗ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഇസ് ലിംഫോയിഡ് കണക്റ്റീവ് ടിഷ്യൂ. സോ ഇതാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ. സോ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ 5 ടൈപ്സ് ഉണ്ട്. അരിയോളാർ or loose connective tissue, adipose connective tissue, dense connective tissue which is divided into 2 types, fibrous and elastic. Then fourth type is cartilage connective tissue. It is again subdivided into 3 types, hyaline, fibro and elastic. And last type എന്ന് പറഞ്ഞാൽ lymphoid connective tissue. അപ്പോൾ ഇത്രയാണ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനും സബ് ക്ലാസിഫിക്കേഷനും. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ മസിൽ ടിഷ്യൂ.
മസിൽ ടിഷ്യൂസ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ, രണ്ട് സ്മൂത്ത് മസ്കുലാർ ടിഷ്യൂ ആൻഡ് മൂന്ന് skeletal muscular tissue. So these are the three types of muscle tissues. First one is cardiac, second one is smooth and the third one is skeletal. Now the fourth type of tissue എന്ന് പറഞ്ഞാൽ it is nervous tissue. Nerves. ഈ nervous tissues എന്ന് പറഞ്ഞാൽ they are classified into two types. ഒന്ന് excitable cells and അല്ലെങ്കിൽ second type എന്ന് പറഞ്ഞാൽ non excitable cells. ഇനി ഈ എക്സൈറ്റബിൾ സെല്ലിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ന്യൂറോണും നോൺ എക്സൈറ്റബിൾ സെല്ലിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ന്യൂറോഗ്ലിയ എന്നും. സോ നെർവസ് ടിഷ്യൂ, അതായത് നെർവ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു ടു ടൈപ്സ്, എക്സൈറ്റബിൾ സെൽസ് ആൻഡ് നോൺ എക്സൈറ്റബിൾ സെൽസ്. എക്സൈറ്റബിൾ സെൽസ് ആർ ഓൾസോ നോൺ ആസ് ന്യൂറോൺസ് ആൻഡ് നോൺ എക്സൈറ്റബിൾ സെൽസ് ആർ ഓൾസോ നോൺ ആസ് ന്യൂറോഗ്ലിയ. അപ്പോൾ ടിഷ്യൂസ് എന്താണ്, ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ആണ്. Membranes are the thin sheet-like structures. It covers the whole body and it protects the body from injury and infection. അപ്പോൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ തിൻ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ. വളരെ തിന്നായ ഷീറ്റ് പോലത്തെ സ്ട്രക്ചറാണ് ദാറ്റ് കവേഴ്സ് ദ ഹോൾ ബോഡി. ഒരു ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഹോൾ ബോഡിയെ കവർ ചെയ്യുന്ന ഒരു തിൻ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ മെംബ്രെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ശരീരത്തിനെ ഓർ ബോഡിയെ ഇഞ്ചുറിയിൽ നിന്നും ഇൻഫെക്ഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. So membranes are the thin sheet-like structures. It covers the whole body and protects it from injury and infection. Human body ൽ three types of membranes ഉണ്ട്. They are mucous membrane, serous membrane and synovial membrane. ഇനി ഈ മൂന്ന് membranes എന്താണെന്ന് നമുക്ക് നോക്കാം. First type of membrane എന്ന് പറഞ്ഞാൽ mucous membrane ആണ്. Mucous membrane എന്ന് പറഞ്ഞാൽ it is the moist layer that lines the body surface. ബോഡിയെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ലൈൻ ചെയ്യുന്ന മോയിസ്റ്റ് ചെറുതായിട്ട് വെറ്റായിട്ടുള്ള ലെയറിനെയാണ് നമ്മൾ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ദിസ് മെംബ്രെയിൻ ഇസ് ഫോംഡ് ബൈ എപ്പിത്തീലിയൽ സെൽസ്. ദീസ് ആർ മ്യൂക്കസ് സെക്രീറ്റിംഗ് സെൽസ് നോൺ ആസ് ഗോബ്ലെറ്റ് സെൽസ്. ഇനി ഈ മ്യൂക്കസ് മെംബ്രെയിനിൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. ആ സെൽസിൻ്റെ പേരാണ് ഗോബ്ലെറ്റ് സെൽസ്. അപ്പോൾ ഈ ഗോബ്ലെറ്റ് സെൽസ് ആണ് മ്യൂക്കസ് മെംബ്രെയിനെ മോയിസ്റ്റ് ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കുന്നത്. ഗോബ്ലെറ്റ് സെൽസ് പ്രസൻറ്റ് ഓൺ ദ സർഫസ് cells secrete the mucus. So this goblet cells helps the mucous membrane to secrete mucus. അപ്പോൾ ഈ ഗോബ്ലെറ്റ് സെൽസ് ആണ് മ്യൂക്കസ് മെംബ്രെയിനെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാനായിട്ടും ഈ മ്യൂക്കസ് മെംബ്രെയിനെ മോയിസ്റ്റ് ആയിട്ട് വെക്കാനായിട്ടും സഹായിക്കുന്നത്. ഇനി ഈ ഗോബ്ലെറ്റ് സെൽസ് എവിടേക്കാണ് ഹ്യൂമൻ ബോഡിയിൽ പ്രസൻറ്റ് എന്ന് കാണാം. യൂറിനറി ട്രാക്ട്, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പോൾ ഈ നാല് ട്രാക്ട്സ്, അതായത് ഹ്യൂമൻ ബോഡിയിലെ ഔട്ടർ ലൈനിങ്ങിൽ ഈ നാല് ട്രാക്റ്റുകളുടെ ഔട്ടർ ലൈനിങ്ങിലാണ് ഈ മ്യൂക്കസ് മെംബ്രെയിൻ കാണപ്പെടുന്നത്. സോ മ്യൂക്കസ് മെംബ്രെയിൻ ഇസ് പ്രസൻറ്റ് ഇൻ ദ യൂറിനറി ട്രാക്ട്, റിപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട് ആസ് വെൽ ആസ് റെസ്പിറേറ്ററി ട്രാക്ട്. ഇനി മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Mucus is the jelly-like substance which helps in lubrication and prevents the inner surface from injury. Mucus എന്ന് പറഞ്ഞാൽ അതൊരു jelly-like substance ആണ് that helps in lubrication. ഒരു സർഫസ് മോയിസ്റ്റ് ആയിട്ട് വെക്കാനും ലൂബ്രിക്കേറ്റഡ് ആയിട്ട് വെക്കാനും സഹായിക്കുന്നതാണ് ഈ മ്യൂക്കസിൻ്റെ ഫംഗ്ഷൻ. ഇത് നമ്മുടെ ബോഡിയെ, അതായത് ഇന്നർ സർഫസ് ഓഫ് ദ ബോഡിയെ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സോ മ്യൂക്കസ് ഇസ് ദ jelly-like substance that helps in lubrication and prevents the inner surface from injury. This mucus also traps the foreign body in the respiratory tract and reduces the chances of infection. ഈ മ്യൂക്കസ് മെംബ്രെയിനിലെ മ്യൂക്കസ് എന്ന് പറയുന്ന ഈ ഒരു സെക്രീഷൻ ഫോറിൻ ബോഡീസ് റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. ദി ട്രാപ്പ് ദ ഫോറിൻ ബോഡീസ് ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്റ്റ്. അപ്പോൾ ഫോറിൻ ബോഡീസ് റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് തടയുകയും അത് കാരണം നമുക്ക് ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ കുറയുകയും ചെയ്യുന്നുണ്ട്. ഇത് മ്യൂക്കസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഇറ്റ് ട്രാപ്സ് ദ ഫോറിൻ ബോഡി ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് റെഡ്യൂസസ് ദ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ. ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോബ്ലെറ്റ് സെൽസ് എന്താണ്, സീലിയ എന്താണ്. സീലിയ എന്ന് പറഞ്ഞാൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇവരാണ് ഫോറിൻ ബോഡീസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ട്രാപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ദെൻ ഗോബ്ലെറ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് ഇവിടെ കാണാനുണ്ട്. ഈ മ്യൂക്കസ് ആണ് ലൂബ്രിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡി സർഫസിനെ വെക്കുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് മെംബ്രെയിൻ, ദാറ്റ് ഇസ് സെറസ് മെംബ്രെയിൻ. സെറസ് മെംബ്രെയിൻ ഇസ് ഓൾസോ നോൺ ആസ് സെറോസ. അപ്പോൾ സെറസ് മെംബ്രെയിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ സെറോസയാണ്.
It is a double-layered membrane which covers the major organs like heart, lungs, and abdominal organs and the peritoneum. അപ്പോൾ ഈ സെറസ് മെംബ്രെയിൻ ഓർ സെറോസ എന്ന് പറയുന്നത് ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. അതായത് 2 ലെയേഴ്സാണ് ഇതിന് ഉള്ളത്. ദിസ് കവേഴ്സ് മേജർ ഓർഗൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ മേജർ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ലൈക്ക് ഹാർട്ട്, ലങ്സ്, അബ്ഡോമിനൽ ഓർഗൻസ് ആൻഡ് പെറിറ്റോണിയം സറൗണ്ട് ചെയ്യുന്നത് ഈ സെറസ് മെംബ്രെയിൻ ആണ്. This serosa secretes the fluid known as serous fluid. ഇനി ഈ സെറസ് മെംബ്രെയിൻ ഓർ സെറോസ സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ പേരെന്താണ്? സെറസ് ഫ്ലൂയിഡ്. മ്യൂക്കസ് മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്തായിരുന്നു? മ്യൂക്കസ്. നൗ ഈ സെറസ് ഫ്ലൂയിഡ് പ്രിവെൻറ്റ്സ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 സെറസ് ലെയേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സെറസ് ലെയർ അല്ലെ സെറസ് മെംബ്രെയിന് രണ്ട് ലെയേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഈ 2 ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷന് റെഡ്യൂസ് ചെയ്യാനായിട്ട്, ഫ്രിക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ സെറസ് ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ. സോ the serosa secretes the fluid known as serous fluid which prevents friction between 2 serous layers. Example in lungs. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു മേജർ ഓർഗൻസ് ലൈക്ക് ഹാർട്ട്, ലങ്സ് പോലുള്ള ഓർഗൻസിൽ 2 ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഈ സെറസ് മെംബ്രെയിൻ്റെ ഫങ്ഷൻ. The serous membrane is also known as pleura. It is divided into 2 layers, peritoneum and visceral. ഈ സെറസ് മെംബ്രെയിൻ്റെ മറ്റൊരു പേരാണ് പ്ലൂറ, ആൻഡ് ദിസ് പ്ലൂറ is divided into 2 layers. One is peritoneum and the other is visceral. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മെംബ്രെയിൻ ആണ് സൈനോവിയൽ മെംബ്രെയിൻ. സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ലൈനിങ് ദ ജോയിൻറ്റ്സ്, ക്യാവിറ്റീസ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ജോയിൻറ്റ്സിനെയും ക്യാവിറ്റീസിനെയും ലൈൻ ചെയ്യുന്നതാണ് ഈ സൈനോവിയൽ മെംബ്രെയിൻ. അപ്പോൾ തേർഡ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ സൈനോവിയൽ മെംബ്രെയിൻ ആണ്. ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ജോയിൻറ്റ്സിലും ക്യാവിറ്റീസിലും ലൈനിങ് ആണ് ഫോം ചെയ്യുന്നത്. ദിസ് മെംബ്രെയിൻ പ്രിവെൻറ്റ്സ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 ബോൺസ്. അപ്പോൾ 2 ബോൺസ് തമ്മിലുള്ള ഫ്രിക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഈ സൈനോവിയൽ മെംബ്രെയിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ദിസ് മെംബ്രെയിൻ ഇസ് ഫോംഡ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് വിച്ച് ആർ ഫൗണ്ട് ഫ്ലാറ്റൻ സെൽസ്. അപ്പോൾ സൈനോവിയൽ മെംബ്രെയിന് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. ഇനി ഈ സൈനോവിയൽ മെംബ്രെയിനും ഒരു പ്രത്യേകതരം ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഇനി അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആണ്, ഓയിലി ആണ് ആൻഡ് സ്റ്റിക്കി ആണ്. സോ ദി സൈനോവിയൽ മെംബ്രെയിൻ സെക്രീറ്റ്സ് ക്ലിയർ, ഓയിലി, സ്റ്റിക്കി സൈനോവിയൽ ഫ്ലൂയിഡ് വിച്ച് ആക്ട്സ് ആസ് എ ലൂബ്രിക്കൻറ്റ് ആൻഡ് പ്രിവെൻറ്റ്സ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ 2 ജോയിൻറ്റ്സ്. അപ്പോൾ ഈ സൈനോവിയൽ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന സൈനോവിയൽ ഫ്ലൂയിഡ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദസ് 2 ജോയിൻറ്റ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇനി ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഓൾസോ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദെയർ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ സൈനോവിയൽ മെംബ്രെയിനും സൈനോവിയൽ ഫ്ലൂയിഡും സഹായിക്കുന്നു. സോ ദിസ് ഈസ് അബൌട്ട് ദ മെംബ്രെയിൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? സെൽ എന്താണ്, സെൽ സ്ട്രക്ചർ എന്താണ്, സെല്ലിൽ വരുന്ന സെല്ലിലെ കമ്പോണൻസും ഓർഗനൽസും എന്താണ്, ദെൻ സെൽ ഡിവിഷനും 2 ടൈപ്സ് ഓഫ് സെൽ ഡിവിഷനും, പിന്നെ ടിഷ്യൂസ് എന്താണെന്ന് പഠിച്ചു, ടിഷ്യൂസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, ആൻഡ് അറ്റ് ലാസ്റ്റ് മെംബ്രെയിൻസ് എന്താണെന്ന് പഠിച്ചു. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. ഇനി ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 7th സെമസ്റ്റർ വരെയുള്ള സെമസ്റ്റർ ബേസ്ഡ് പെയ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. ആവശ്യമുള്ളവർ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.